പെരിയാറിലെ മത്സ്യക്കുരുതിയുടെ കാരണം വിഷജലമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആരാണ് കുറ്റക്കാർ? അരനൂറ്റാണ്ടായി പെരിയാറിന് തീരത്തെ ജനങ്ങൾ അനുഭവിക്കുന്നതാണ് ഈ ദുരിതം. ഇക്കാലം അത്രയും ആർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വ്യാവസായിക മലിനജലം ഒഴുക്കിവിടാനുള്ള യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഇടയാറിലെ വ്യവസായ മേഖലയിൽ നിന്നും വിഷജലം വർഷാവർഷം പെരിയാറിലേക്ക് ഒഴുക്കിവിടാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടെ മത്സ്യകർഷകർക്ക് ഇങ്ങനെ ദുരിതമനുഭവിക്കേണ്ടി വന്നത് ഇതാദ്യമായാണ്. പാതാളം മുതൽ താഴേക്ക് 10 കിലോമീറ്ററോളം ദൂരത്തിലാണ് മത്സ്യകർഷകരുടെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞ ദുരന്തമുണ്ടായത്. ശക്തമായ മഴ പെയ്യുമെന്ന പ്രതീക്ഷയിലാണ് പെരിയാറിൻ്റെ തീരത്തെ ഫാക്ടറികൾ ശേഖരിച്ചു വച്ചിരുന്ന വിഷജലം ഒഴുക്കിവിട്ടത്. എന്നാൽ കമ്പനികളുടെ പ്രതീക്ഷകൾ അപ്പാടെ തെറ്റി. മഴ പെയ്തില്ല. വ്യാവസായിക മലിനജലം തുറന്നുവിടുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ചിലതുണ്ട്. ഏറ്റവും കുറഞ്ഞത് മുന്നറിയിപ്പെങ്കിലും നൽകണം. ഇവിടെ ഇതൊന്നും ഉണ്ടായില്ല. ഒരു മുന്നറിയിപ്പും ഉണ്ടായില്ല. ഇപ്രാവശ്യം നല്ല കാലാവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടംപോലെ മീൻകുഞ്ഞുങ്ങൾ ഇറക്കിയായിരുന്നു. എല്ലാ കൂടുകർഷകരും ഇഷ്ടംപോലെ മീൻകുഞ്ഞുങ്ങൾ ഇറക്കിയായിരുന്നു. എല്ലാവർക്കും നല്ല സാമ്പത്തിക ബാധ്യത വന്നായിരുന്നു. എടയാർ വ്യവസായ മേഖലയിലെ ഏതു ഫാക്ടറിയിൽ നിന്നാണ് വിഷജലം ഒഴുക്കിയത്? സംഭവം നടന്ന 24 മണിക്കൂറിനോടടുക്കുമ്പോഴും ചോദ്യത്തിന് ഉത്തരമില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡാകട്ടെ നോക്കുകുത്തിയാണ്. 1972 മുതൽ പെരിയാറിൽ മത്സ്യക്കുരുതികൾ നടക്കാറുണ്ട്. 98 നവംബറിലേതായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സ്യക്കുരുതി. പിന്നീട് അങ്ങോട്ട് 150-ലേറെ തവണ. പക്ഷേ ഇക്കാലം അത്രയും ഒരു ഫാക്ടറിയും പ്രതിക്കൂട്ടിലായിട്ടില്ല. ആർക്കെതിരെയും ഒരു നടപടിയും എടുത്തിട്ടുമില്ല. കമ്പനികളിൽ നിന്നും ഒഴുക്കിവിട്ട വ്യാവസായിക മലിനജലം കലർന്ന പെരിയാർ പലപ്പോഴും കറുത്തൊഴുകാറുണ്ട്. സംഭവത്തിൽ മുമ്പൊരിക്കൽ ഹൈക്കോടതി സ്വമേധയാ കേസുമെടുത്തിരുന്നു. കമ്പനികളിൽ നിന്ന് വിടുന്ന വെള്ളത്തിന് നമുക്കൊരു ഇൻഫോർമേഷൻ തന്നു വെച്ചെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഇത്രയും വലുതായി നമ്മൾ പിടിച്ചെങ്കിലും മാറ്റുമായിരുന്നു. ഇത് ഇത്ര ലക്ഷങ്ങൾ മുടക്കി വെള്ളത്തിൽ നിന്ന് നമ്മൾ പിടിക്കണ പാവമായപ്പോഴാണ് ഇത് പോയേക്കണത്. അപ്പോൾ ഈ കർഷകരുടെ ചങ്ക് പൊടിയണ ഒരു അവസ്ഥയാണ്. ഇവരെ എന്ത് കൊടുത്താലും അവർക്ക് ആ മുതൽ മുടക്കൊന്നും കിട്ടാൻ പോണില്ല. എപ്പോഴൊക്കെ മത്സ്യക്കുരുതി നടന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം പുഴയിലെ അമോണിയം നൈട്രജൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. ആ വർദ്ധിച്ച അമോണിയയുടെ സ്രോതസ്സ് കണ്ടെത്തിയാൽ തീരാവുന്നതേയുള്ളൂ സംഭവത്തിലെ യഥാർത്ഥ പ്രതി ആരാണെന്ന സംശയം. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ഉദ്യോഗസ്ഥർ അതിന് തയ്യാറാകുന്നില്ല. നൂറുകണക്കിന് സാധാരണക്കാരുടെ ജീവിതം തകർത്തെറിഞ്ഞ ഫാക്ടറികളോട് എന്തിനാണിത്ര അനുകമ്പ? കൊച്ചിയിൽ നിന്ന് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24.